തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ പകൽക്കൊള്ള പറഞ്ഞുതരാം. സാധാരണ ടാക്സിക്കാരെയാണ് മെയിനായിട്ട് അവർ കൊള്ളയടിക്കുന്നത്. അതും പറഞ്ഞുതരാം. എങ്ങനെയാണെന്നല്ലേ, മുൻപ് 10 മിനിറ്റ് വരെ ടാക്സിക്കാർ ആളെ ഇറക്കാനായിരുന്നാലും കയറ്റാനായിരുന്നാലും പേ ചെയ്യണമായിരുന്നു 50 രൂപ. ഇപ്പം അത് മാറ്റിയിട്ടുണ്ട്. 1/7/2026 മുതൽ ആളെ ഇറക്കാനായിരുന്നാലും കയറ്റാനായിരുന്നാലും ടാക്സി കാറ് എയർപോർട്ടിനകത്ത് കയറണമെങ്കിൽ നമ്മൾ 70 രൂപ ചാർജ് ചെയ്യണം. കാരണം എന്താ, ഇന്ന് ഞാൻ കൊടുത്തിട്ടാണ് കയറിയത്. അതും 10 മിനിറ്റ് വരെ. 10 മിനിറ്റ് കഴിഞ്ഞ് 30 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് 70 എന്നുള്ളത് 120 രൂപയായി കൊടുക്കണം. അത് 1 മണിക്കൂറാണെങ്കിൽ അത് 150 രൂപയാവും. 2 മണിക്കൂറാണെങ്കിൽ അത് 200 രൂപയാവും. വണ്ടിക്ക് 10 മിനിറ്റ് വരെ ഫ്രീയും 10 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ 100 രൂപയും അത് കഴിഞ്ഞ് 1 മണിക്കൂർ വരെ 200 രൂപയാണ് അതിൻ്റെ റേറ്റ്. ഇപ്പോൾ ടാക്സിക്കാരുടെ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ മോശമാണ്. സാധനങ്ങളുടെ വില കൂടി, സ്പെയർ പാർട്സിന് ഭയങ്കരമായിട്ട് മാറി. പിന്നെ നമ്മൾ ഈ CNG പെട്രോൾ അമിതമായി കൂടി. നമുക്ക് വാടക മാത്രം കൂടുന്നില്ല. അപ്പോൾ സർക്കാർ ഇതിൽ ഇടപെട്ട് ടാക്സിക്കാർ ഇതിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ എമൗണ്ട് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരു ടാക്സിക്കാരനല്ല പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്. ഓക്കെ, താങ്ക് യു.